കൊല്ലത്ത് വയനാട് സ്വദേശിക്കും കുടുംബത്തിനും നേരെ പോലീസിന്റെ പ്രതികാര നടപടിയെന്ന് പരാതി. ബിഷപ്പിന്റെ വാഹനത്തിൽ വാഹനം തട്ടിയതിനെ തുടർന്ന് സ്ത്രീകളെയും കുട്ടികളെയും അർദ്ധരാത്രി വരെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. 1.5 വയസ്സുള്ള കുഞ്ഞടക്കം 3 കുട്ടികൾ, 2 സ്ത്രീകൾ, ഇത്രയും പേരെയാണ് 8 മണിക്കൂർ ചവറ പോലീസ് സ്റ്റേഷനിൽ കാത്തുനിർത്തിച്ചത്. ഇവർക്കെതിരെ പോലീസ് എഫ്ഐആർ ഇട്ടു. വാഹനം ഓടിച്ചയാൾ നേരത്തെ പോലീസിനെതിരെ മറ്റൊരു കേസ് കൊടുത്തതിന്റെ പക തീർത്തതാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നമുക്ക് ദിലീപ് ദേവസ്യയിലേക്ക് പോകാം. ദിലീപ് ദേവസ്യ, വെരി ഗുഡ് ഈവനിംഗ്. ഈ കേസിന്റെ ചുരുളൊന്നഴിക്കൂ. എന്താണ് അവിടെ സംഭവിച്ചത്? സുജിയ, വെരി ഗുഡ് ഈവനിങ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള ടൈറ്റാനിയത്തിനടുത്ത് വെച്ച ഒരു കുടുംബം സഞ്ചരിച്ച വാഹനം കൊല്ലത്തെ ബിഷപ്പ് ആന്റണി പോൾ മുല്ലശ്ശേരിയുടെ വാഹനത്തിൽ തട്ടുന്നത്. വാഹനത്തിൽ ചെറിയ പരിക്കാണ്, അതായത് പെയിന്റ് ഒന്ന് മാറിയിട്ടേ ഉള്ളൂ. ഇതിന് ഈ ഉണ്ടായ സംഭവങ്ങളാണ് പിന്നീട് വലിയ തോതിലേക്ക് എത്തുന്നത്. അതായത് ബിഷപ്പിന്റെ ഡ്രൈവറുടെ പരാതിയിലാണ് ഒരു കുടുംബത്തിലെ 3 പേർ, അതായത് വണ്ടി ഓടിച്ചിരുന്നത് വിജിത്താണ്. വിജിത്ത് 1-ാം പ്രതി, വിജിത്തിന്റെ സഹോദരി ജൂഡിത്ത് 2-ാം പ്രതി, അമ്മ 3-ാം പ്രതിയായിട്ട് ചവറ പോലീസ് കേസെടുക്കുകയും ഇവരെ 8 മണിക്കൂറോളം ചവറ പോലീസ് സ്റ്റേഷനിൽ നിർത്തുകയും ചെയ്തു. ഇവരുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത വാഹനത്തിൽ ഉടൻ തന്നെ ബിഷപ്പിന്റെ വാഹനം വിട്ടു നൽകുകയും, മറിച്ച് ഇവരുടെ വാഹനം ഇന്ന് വരെ, ഈ സമയം വരെയും ചവറ പോലീസ് വിട്ടു നൽകാൻ കൂട്ടാക്കിയില്ല. കൂടാതെ ഇവരെ 8 മണിക്കൂർ, ഇവരുടെ കുട്ടിക്ക് 1.5 വയസ്സുള്ള കുട്ടിക്ക് പാലടക്കം കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. പക്ഷേ അതൊന്നും കൊടുക്കാൻ പറ്റാതെ 8 മണിക്കൂർ സ്റ്റേഷനിൽ കഴിഞ്ഞതാണ്. അമ്മ, എങ്ങനെയായിരുന്നു ആ സംഭവം? എന്തായിരുന്നു ഉണ്ടായിരുന്നു പറയുന്നത്? സംഭവം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പം അവരുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നു. അപ്പം മോൻ അതിൻ്റെ അകത്ത് കുടുങ്ങി. ഞാനന്നേരം ഉറക്കത്തിലായിരുന്നു. 2-ാമത്തെ മോൻ മുമ്പിലിരുന്നതായിരുന്നു. അപ്പോൾ കൊച്ചിൻ്റെ നിലവിളി കേട്ടാണ് ഞാനിത് ഉണരുന്നത്. അപ്പോൾ കൊച്ചിൻ്റെ തലയൊക്കെ ചെന്ന് ഇടിച്ച് അപ്പോൾ ഭയങ്കര ഇഷ്യൂ ആയി. അപ്പം നോക്കുമ്പോൾ വണ്ടി ഒതുക്കി. ബിഷപ്പിൻ്റെ വണ്ടി അങ്ങ് കിടന്നത്. ബിഷപ്പാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളുടെ വണ്ടിയിൽ എല്ലാവരും കൂടെ തടഞ്ഞു വന്ന്. അപ്പോൾ വന്ന് ബഹളം വെച്ച് എൻ്റെ മോനെ കോളറിനെല്ലാം കയറി പിടിച്ച് എൻ്റെ മോനെ അടിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് അച്ഛൻ്റെ വണ്ടിയാണെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞ് അച്ഛൻ്റെ വണ്ടിയാണെങ്കിൽ അച്ഛൻ്റെ പ്രത്യേകത ഉണ്ടോ, ഇന്ന് വായിന്ന് അങ്ങനെ വീണ് പോയി, അച്ഛൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം കുഞ്ഞുങ്ങളല്ലേ, 3 പൊടി കുഞ്ഞുങ്ങളല്ലേ എന്ന് പറഞ്ഞ്. അപ്പോഴത്തേനും എൻ്റെ മോനെ വന്ന് കോളറിന് വന്ന് അടിക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ എൻ്റെ മോനെ ഇപ്പോൾ റിപ്പോർട്ട് അവർ ന്യൂസിൽ കൊടുത്തിരിക്കുന്ന, പത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങൾ ബിഷപ്പിനെ ചീത്ത വിളിച്ചെന്ന്. ഞങ്ങൾ ബിഷപ്പിനെ നേരിട്ട് കണ്ടില്ല, ബിഷപ്പ് ഞങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല. ഈ കൊച്ചു 1.5 വയസ്സുള്ള കുട്ടി പാലടക്കം കുടിക്കുന്ന കുട്ടിയാണ്. അവിടെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഇരിക്കാനുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ എന്തെങ്കിലും ഇല്ല, നമുക്ക് സൗകര്യ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ 3 മക്കളുണ്ടായിരുന്നു. 1.5 വയസ്സുള്ള ഒരാളുണ്ടായിരുന്നു, 6 വയസ്സുള്ള ഒരാൾ, 9 വയസ്സുള്ള ഒരാളുണ്ടായിരുന്നു. നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു. 4:45 തൊട്ടിട്ട് നമ്മൾ 11 മണി വരെയും പോലീസ് സ്റ്റേഷനിൽ തന്നെയായിരുന്നു ഇരുന്നത്. നമുക്ക് അവിടുന്ന് വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് പോലും, പിള്ളേരാണ് ചോദിച്ചത് പോലീസുകാരത്ത് വെള്ളം കുടിക്കാനായിട്ട്, സാറെ വെള്ളമുണ്ടോ ചോദിച്ചിട്ട് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അസഭ്യം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് കേസ് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവമല്ല. നമ്മൾ ഓവർടേക്ക് ചെയ്ത വണ്ടിയാണ് അവരുടെ വണ്ടി, ബിഷപ്പിന്റെ വണ്ടി. എന്നിട്ട് മാത്രമല്ല, ബിഷപ്പിന്റെ വണ്ടിക്കകത്ത് സിമ്പലൊന്നും ഇല്ല. സാധാ ഒരു ബിഷപ്പ് സഞ്ചരിക്കുന്ന വണ്ടിയിൽ കൊടിയോ കുരിശോ അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസ് ഒന്നും എന്തെങ്കിലും വേണം. അതൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ വണ്ടിയായിരുന്നു. നമ്മൾ അതിനകത്ത് ബിഷപ്പാന്ന് കണ്ടിട്ടേ ഇല്ല. എല്ലാം കഴിഞ്ഞ് പോലീസ് വന്നു പോയതിന് ശേഷമാണ് അവിടെ ബിഷപ്പ് വേറൊരു വണ്ടി മാറി കയറുമ്പോഴാണ് നമ്മൾ അതിനകത്തുനിന്ന് ബിഷപ്പാണ് ഇറങ്ങി വരുന്നതെന്ന് കണ്ടത്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇല്ല, നമ്മൾ ബിഷപ്പിനെ കണ്ടിട്ടുമില്ല, ചീത്ത വിളിച്ചിട്ടില്ല, അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. അതിൽ ഡ്രൈവർ ഇറങ്ങി നമ്മളെ വണ്ടിയുടെ അടുത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഈ വാഹനം ഓടിച്ചത് വിജിത്താണ്. വിജിത്തിന്റെ പേരിൽ മുമ്പും കേസുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മാത്രമല്ല, വിജിത്ത് മറ്റൊരു പോലീസിനെതിരെ പരാതി നൽകി. എന്താണ് സംഭവം ഉണ്ടായത്? എൻ്റെ പേരിൽ നേരത്തെ ശക്തമാന പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പോലീസുകാർ കള്ള എഫ്ഐആർ ഇട്ട് എന്നെ റിമാൻഡ് ചെയ്തതാണ്. അപ്പോൾ അതിനെതിരെ ഞാൻ SI ആശയ്ക്കെതിരെ പോലീസ് അതോറിറ്റിയിലും ഹൈക്കോർട്ടിലും കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തേക്കുവാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പകപോക്കലാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. എൻ്റെ അടുത്ത് വണ്ടി GD റിപ്പോർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞാണ് എന്നെ സ്റ്റേഷനകത്തോട്ട് കൊണ്ടുപോയത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എന്നെ പിടിച്ച് വലിച്ച് ബാക്കിൽ കൊണ്ടിട്ട് ഇടിക്കുകയാണ് ചെയ്തത്. പോലീസുകാർക്കെതിരെ നീ പരാതി കൊടുക്കൂടാന്ന് ചോദിച്ചാൽ എന്നെ എടുത്തിട്ട് ഇടിച്ചത്. ഈ കൊച്ചുങ്ങളും അമ്മയൊക്കെ അപ്പോൾ ആ സമയത്ത് സുജിയ, ആ സമയം അടക്കം ഈ കുട്ടികളും ഈ അമ്മയും ഇവരെല്ലാവരും തന്നെ സ്റ്റേഷനിൽ പുറത്തിരിക്കുകയാണ്. പക്ഷേ മറ്റൊന്ന് പറയേണ്ടത്, 2 വാഹനങ്ങൾ തട്ടിയിരുന്നു. പിതാവിൻ്റെ വാഹനം, അതായത് കൊല്ലം ബിഷപ്പിൻ്റെ വാഹനം ആ സമയത്ത് തന്നെ പോലീസ് വിട്ടു നൽകി. ഇവരുടെ വാഹനം ഇതുവരെ വിട്ടു കിട്ടിയിട്ടുണ്ട്. വാഹനം ഇല്ല, എൻ്റെ വണ്ടി ഇതുവരെ വിട്ടു. ഇവരുടെ വാഹനം ഇതുവരെ ചവറ പോലീസ് വിട്ടു നൽകുകയും ചെയ്തില്ല. നമ്മൾ ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ടപ്പോൾ ബിഷപ്പ് ഹൗസ് പറയുന്നത് ഡ്രൈവറുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്, പക്ഷേ വാഹനം വിട്ടു നൽകണം, 2 പേർക്കും വാഹനം വിട്ടു നൽകണമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പോലീസിനോട് പറഞ്ഞതാണെന്നാണ്
എന്നാണ് ബിഷപ്പ് ഹൗസിൽ നിന്ന് അറിയിച്ചത്. പക്ഷേ ഇതുവരെയും വാഹനങ്ങൾ വിട്ടു നൽകിയിട്ടില്ല. ഇവർ DGPക്കും കമ്മീഷണർക്കും അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. സുജയ. ഓക്കെ, താങ്ക് യു. ക്രൈം സീനിൽ നിന്ന് ദിലീപ് ദേവസ്യയാണ് നമുക്കൊപ്പം ചേർന്നത്.